പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 65-ാം അധ്യായം 24-ാം വാക്യം. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന ക്ലേശങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യാശ നൽകുന്ന സുപരിചിതമായ ഒരു വചനമാണ് നാം ഇന്ന് കേട്ടത്. ദൈവം എത്ര വിശ്വസ്തനാണ് നമ്മുടെ നിലവിളികളോട്, യാചനകളോട് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് പലപ്പോഴും ഈ വചനം നമ്മൾ ഉരുവിടുന്നത്. നമ്മെ വിളിച്ച ദൈവം എന്നേക്കും വിശ്വസ്തൻ തന്നെയാണ്. നമ്മുടെ കണ്ണുനീരിനും എന്തിന് നെടുവീർപ്പിന് പോലും ദൈവസമക്ഷം വിലയുണ്ട്. എങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് വെറുതെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോയുടെ കുരിശിനോട് ചേരാൻ വിളിക്കപ്പെട്ട നമുക്ക് ഈ ലോകത്തിൽ സഹനങ്ങൾ ഉണ്ടാകുക അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ നാം അവയെ നേരിടാനുള്ള ബലത്തിനായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബുദ്ധി മാറ്റിവെച്ച് പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചാണോ, അതോ പാതി വിശ്വാസവും ബാക്കി പാതി നമ്മുടെ മനസ്സിലെ സംശയങ്ങളുമായി അതരങ്ങൾ കൊണ്ടുള്ള ഒരു വ്യായാമം മാത്രമായി നമ്മുടെ പ്രാർത്ഥന ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം. എൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള എൻ്റെ ഹൃദയമില്ലാത്തതാണോ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിന് കാരണമെന്ന് ആത്മശോധന ചെയ്യാം. പൂർണ്ണമായും ദൈവത്തിന് നമ്മെ വിട്ടുകൊടുത്ത് ഇന്ന് ഞാൻ ദൈവത്തോട് സംസാരിക്കും, ഇന്നെനിക്ക് എൻ്റെ ദൈവം ഉത്തരം തരും എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.